നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ പി ദിവ്യ പലപ്പോഴും ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പി ദിവ്യ നടത്തുന്ന വെല്ലുവിളികൾ അന്ന് കേരളത്തെ പോലും ഞെട്ടിപ്പിച്ചിരുന്നു. ഇത്ര അഹങ്കാരത്തോടെ കേരളത്തെ വെല്ലുവിളിക്കാൻ പി ദിവ്യയ്ക്ക് ധൈര്യം കിട്ടുന്നത് എവിടെ എന്ന ചോദ്യമായിരുന്നു അന്ന് നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ഇപ്പോഴിതാ ഈ കേസ് CBIയെ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചതിന് തൊട്ടു പിന്നാലെ നിശബ്ദയായി നിൽക്കുന്ന പി ദിവ്യ നമുക്കത് കാണാം. എന്നാൽ പി ദിവ്യ മാത്രമല്ല, പാർട്ടിയിലെ ചില വൻ തോക്കുകൾ തന്നെ ഈ കേസിൽ അടപടലം പെടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലന്മാർ ഇനിയാണ് പുറത്തു വരാൻ പോകുന്നത്. കേസ് CBIക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം യാഥാർത്ഥ്യമാകും എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. CPM കണ്ണൂർ കോട്ടകളെ വിറപ്പിക്കുന്ന അന്വേഷണമാകും CBIക്ക് ഇനി മുന്നിലുള്ളത്. വമ്പൻ സ്രാവുകളെ കൂട്ടിലടയ്ക്കാൻ CBIക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. ഇതുവരെ പി ദിവ്യ എന്ന ഒറ്റപ്രതിയിലൂന്നിയായിരുന്നു കേരള പോലീസ് കേസന്വേഷണം നടത്തിയത്. നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ച ചില സംശയങ്ങൾ, ആ സംശയങ്ങളിലൂടെയാണ് ഇപ്പോൾ CBI തങ്ങളുടെ കേസിലേക്ക് കടക്കുന്നതും. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ വ്യാജ കൈക്കൂലി ആരോപണത്തിന് പിന്നിൽ കൃത്യമായ ഒരു മാഫിയ ഗൂഢാലോചനയുണ്ട് എന്ന് കുടുംബം വിശ്വസിക്കുന്നു. കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തൻ എന്ന വ്യക്തിയുടെ പെട്രോൾ പമ്പ് യഥാർത്ഥത്തിൽ ആരുടെ ബിനാമിയാണ്? ഇവിടെയാണ് അന്വേഷണം തുടങ്ങേണ്ടതും. പ്രശാന്തന്റെ പേരിൽ ബിനാമിയായി ആരോ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള നീക്കം നടത്തിയിരുന്നു. ഇതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പേര് തുടക്കം മുതൽ നമ്മൾ കേട്ടു. പെട്രോൾ പമ്പിനു വേണ്ടി 4 കോടിയോളം രൂപ ചിലവഴിച്ചതാര്? പണത്തിൻ്റെ സ്രോതസ് എന്ത്? ബിനാമി പണമാണോ പെട്രോൾ പമ്പ് ഇടപാടിനായി ഉപയോഗപ്പെടുത്തിയത്? പോലീസ്, സിവിൽ സപ്ലൈസ്, തദ്ദേശം, ഫയർഫോഴ്സ്, മരാമത്ത്, റവന്യൂ, മലിനീകരണ നിയന്ത്രണം എന്നീ വകുപ്പുകൾ പമ്പിന് NOC അനുവദിച്ചിരുന്നു. പമ്പ് അനുവദിക്കാൻ 25 ലക്ഷത്തിൻ്റെ വ്യക്തിഗത നിക്ഷേപവും 1/2 കോടിയുടെ കുടുംബാസ്തിയും പ്രശാന്തൻ ഹാജരാക്കിയോ? 20 വർഷത്തേക്ക് സ്ഥലം പാട്ടത്തിനെടുത്തത് ക്രമപ്രകാരമാണോ? കൊടുമ്പളവിൽ പമ്പ് പാടില്ല എന്ന ജില്ലാ പോലീസ് മേധാവിയുടെ എതിർപ്പ് മറികടന്നതെങ്ങനെ? ഇതിനുവേണ്ടി കരുനീക്കങ്ങൾ നടത്തിയ CPM പ്രമുഖനാര്? വളവ് നിവർത്താത്ത സാഹചര്യത്തിൽ ആ എതിർപ്പ് എങ്ങനെ ക്രമപ്പെടുത്തി? ചുരുക്കത്തിൽ പ്രശാന്തന്റെ പെട്രോൾ പമ്പിൽ നിന്നാവും അന്വേഷണത്തിന്റെ തുടക്കം. നവീൻ ബാബുവിന്റെ മരണത്തിൽ 13 സംശയങ്ങൾ കുടുംബം ഉയർത്തിയിരുന്നു. മുൻ അന്വേഷണ സംഘം ഈ സംശയങ്ങളെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്തിയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി നവീൻ ബാബുവിന്റെ കുടുംബം തുടരന്വേഷണത്തിന് ഹർജി നൽകി. ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി തുടരന്വേഷണത്തിന് അന്ന് ഉത്തരവിടുകയും ചെയ്തു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ അഭിഭാഷകൻ ജോണസ് റാൽഫ് മുഖേന കുടുംബം നൽകിയ ഹർജിയിൽ 13 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു. ചുരുക്കത്തിൽ കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ നിയമ പോരാട്ടമാണ് ഒടുവിൽ CBI അന്വേഷണത്തിലെത്തുന്നത്. നേരത്തെ കണ്ണൂർ റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര, സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞത്. സാക്ഷിയായ പ്രശാന്തനെ പ്രതിയാക്കണമെന്നും ജില്ലാ കളക്ടറായിരുന്ന അരുൺ K വിജയന്റെ പങ്ക് അന്വേഷിക്കണമെന്നുമായിരുന്നു കുടുംബം ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത്. അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ ആ 13 കാര്യങ്ങൾ ഇതാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് കേസിലെ പ്രധാന സാക്ഷിയായ പ്രശാന്തൻ ആരോപണമുന്നയിച്ചു. എന്നാൽ കൈക്കൂലി വാങ്ങിയില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്വേഷണ ഏജൻസി അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഹാജരാക്കേണ്ടതായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. നവീൻ ബാബുവിനെതിരെ ഒരു വ്യാജ പരാതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയുമുണ്ട്. കൈക്കൂലി വാങ്ങിയെന്ന് കാണിക്കുന്നതിനുള്ള ഏറ്റവും നല്ല തെളിവായിരുന്നു അത്. പക്ഷേ ആ പരാതിയെക്കുറിച്ച് എന്തുകൊണ്ട് സർക്കാർ കൂടുതൽ അന്വേഷണത്തിനൊന്നും മെനക്കെട്ടില്ല? ആ വ്യാജ പരാതിയുടെ പേരിൽ കൃത്യതയോടെ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. എന്നാൽ പ്രശാന്തൻ തയ്യാറാക്കി നൽകിയ വ്യാജ പരാതിക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നതുപോലും വ്യക്തമല്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കുന്നതിനായി കൃത്രിമ തെളിവുകൾ അന്വേഷണ സംഘം സംഘടിപ്പിച്ചു എന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം ഉയർത്തിയ ആക്ഷേപത്തിലുണ്ട്. നവീൻ്റെ താമസ സ്ഥലത്ത് പ്രശാന്തൻ്റെ സാന്നിധ്യം കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയിരുന്നു. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തികളെക്കുറിച്ചും യാതൊരുവിധ പരാമർശവുമില്ല.
എന്തിനാണ് കൃത്രിമ തെളിവുകൾ ഈ അന്വേഷണ സംഘം തയ്യാറാക്കിയത്? നേരത്തെ പ്രശാന്തൻ വിജിലൻസിന് നവീൻ ബാബുവിനെതിരായ ഒരു പരാതി നൽകി എന്നൊക്കെ മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ പറഞ്ഞിരുന്നു. എന്നാൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തില്ല. വിജിലൻസിൽ ഇത്തരമൊരു പരാതിയും ലഭിച്ചില്ല. ADMുമായുള്ള സംഭാഷണം പരാമർശിച്ച് ഫോണിൽ മന്ത്രി കെ രാജനെ അറിയിച്ചുവെന്നും മന്ത്രി അന്വേഷണം ഉറപ്പു നൽകിയെന്നും ജില്ലാ കളക്ടർ പ്രസ്താവന നൽകി. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് മന്ത്രി മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. എന്തിനാണ് ജില്ലാ കളക്ടർ ഇത്തരമൊരു നുണ തട്ടിവിട്ടത്? പ്രശാന്തൻ പ്രതിയുടെ ബിനാമി മാത്രമാണ്. പ്രതി മരിച്ചയാൾക്കെതിരെ തിരിയാനും മരണത്തിലേക്ക് നയിക്കാനും അതായിരുന്നു ഏക കാരണം. പ്രശാന്തന്റെ പ്രസ്താവന വായിച്ചാൽ പെട്രോൾ പമ്പിൽ വലിയ നിക്ഷേപം ഉൾപ്പെടുന്ന ഒരു ബിസിനസ് നടത്താൻ പണമില്ല എന്ന് വ്യക്തമാണ്. ഒരു ആശുപത്രി ജീവനക്കാരൻ മാത്രമായ പ്രശാന്തിന് പിന്നിലുള്ള CPM നേതാക്കൾ ആരാണ്? പെട്രോൾ പമ്പ് നടത്താനുള്ള ലൈസൻസിന് അപേക്ഷിക്കാൻ പോലും പ്രശാന്തിന് കഴിയില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോക്കൽ പോലീസ് ഭയന്ന് വിറച്ച് തൊടാനറച്ച ഈ ബിനാമി സാമ്രാജ്യത്തിന്റെ വേരുകൾ CBI തോണ്ടിയെടുക്കേണ്ടതുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് PP ദിവ്യയ്ക്ക് പിന്നിൽ അണിനിരന്ന കള്ളപ്പണക്കാരുടെ നിര. മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ നൽകിയ വ്യാജ പരാതിയുടെ ബുദ്ധികേന്ദ്രം AKG സെന്ററിലെ പ്രമുഖ വ്യക്തിയാണ് എന്ന് തുടക്കം മുതൽ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ആ വ്യക്തിയെ പോലും ചോദ്യം ചെയ്തില്ല അന്വേഷണ സംഘം. സെക്രട്ടേറിയറ്റിലെ ഏത് ഉന്നതന്റെ കമ്പ്യൂട്ടറിലാണ് ആ പരാതി ടൈപ്പ് ചെയ്തത്? ഇക്കാര്യത്തിൽ യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല. കൃത്യമായി ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയോടെ ശക്തമായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ പ്രതികൾ പുറത്തുവരും. നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടിയ അനാവശ്യ തിടുക്കം. നവീൻ ബാബുവിൻ്റെ കുടുംബം അവിടെ എത്തുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ തീർക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കാട്ടിയ അനാവശ്യ ധൃതി. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ടെത്തിയ രക്തക്കറയെക്കുറിച്ച് പോലീസ് പുലർത്തിയ പൂർണ്ണ മൗനം. ചുരുക്കത്തിൽ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് കേരളം അന്നു മുതൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് ലോക്കൽ പോലീസ് ഈ കേസ് അട്ടിമറിച്ചത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത്. പഴയ തെളിവുകൾ ഇനി CBIയുടെ ഫോറൻസിക് സംഘം വീണ്ടും പൊടിതട്ടിയെടുക്കും. ഡിജിറ്റൽ തെളിവുകൾ അവർ പരിശോധിക്കും. ഒപ്പം ശക്തമായ ചോദ്യം ചെയ്യലുകളും കൂടി ചേരുമ്പോൾ യഥാർത്ഥ പ്രതികൾ ആ അഴിക്കുള്ളിലാകും എന്ന് കേരളം വിശ്വസിക്കുന്നു. CPM പാർട്ടി ഭയപ്പെടുന്നത് മറ്റൊന്ന്. CBIയുടെ അന്വേഷണം ദിവ്യ എന്ന ഒരൊറ്റ പ്രതിയിൽ നിന്ന് പാർട്ടിയുടെ ഉന്നതരിലേക്ക് കടക്കും. വൻതോക്കുകളിലേക്ക് ചാർജ് ഷീറ്റ് നീളുമെന്ന ഭയം ഇപ്പോൾ CPM കേന്ദ്രങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CBI അന്വേഷണത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ആശങ്കയിലാണ് CPM നേതൃത്വവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.